അങ്ങനെ PV അൻവർ MLA-ക്ക് അവസാനം ഒരു അഭയസ്ഥാനം കിട്ടി. കോൺഗ്രസിലേക്ക് PV അൻവർ പോകുന്നു. കോൺഗ്രസിലേക്ക് PV അൻവർ എത്തുന്നതിനെ രമേശ് ചെന്നിത്തലയും K സുധാകരനും K മുരളീധരനും ഒക്കെ സ്വാഗതം ചെയ്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. PV അൻവർ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ ഒറ്റ ഡിമാൻഡ് മാത്രമാണ് വെച്ചിട്ടുള്ളത്. ആ ഡിമാൻഡാണ് കോൺഗ്രസിൽ ഇപ്പോൾ പൊട്ടിത്തെറിക്ക് കാരണമായി മാറിയത്. തന്റെ തട്ടകമായ നിലമ്പൂരിൽ തന്നെ തനിക്ക് വീണ്ടും മത്സരിക്കാനുള്ള അവസരം നൽകണം എന്നതാണ് PV അൻവറിന്റെ വാദം. ഇതോടുകൂടി നിലമ്പൂർ സ്വപ്നം കണ്ട് നടന്ന ആര്യാടൻ ഷൗക്കത്ത് കട്ടക്കലിപ്പിലാണ്. PV അൻവറിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ ആര്യാടൻ ഷൗക്കത്ത് ഇടതു പിന്തുണയുള്ള സ്വതന്ത്രനായി മത്സരിക്കും എന്ന സൂചന നൽകി കഴിഞ്ഞു മുതിർന്ന ഉന്നത നേതാക്കളോട്. PV അൻവർ കോൺഗ്രസിലേക്ക് പോകുന്നതിനെ ഒരു വിഭാഗം ശക്തമായി എതിർത്തിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും K സുധാകരനും K മുരളീധരനും ഒക്കെ PV അൻവറിനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചു. ലീഗിനും PV അൻവർ എത്തുന്നതിനോട് താല്പര്യമുണ്ട്. കാരണം വടക്കൻ മലബാറിൽ PV അൻവറിന് നല്ല സ്വാധീനമുണ്ട്. പല മുസ്ലിം ലീഗ് വോട്ടുകളും അൻവറിന്റെ പുതിയ രാഷ്ട്രീയ സംഘടനയായ DMK-ക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അൻവറിനെ ലീഗിലേക്ക് എടുക്കാനും മുസ്ലിം ലീഗിന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അൻവർ പോയിരിക്കുന്നത് കോൺഗ്രസിലേക്കാണ്. അൻവർ കോൺഗ്രസിലേക്ക് പോകുമെന്ന സൂചന മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം അൻവറിനെ ശക്തമായി എതിർത്തു. കാരണം മുമ്പ് അൻവർ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ അത്ര മോശപ്പെട്ട പ്രസംഗങ്ങളാണ്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് വരെ പറഞ്ഞു അൻവർ. ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ PV അൻവറിനെ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു. നല്ല സ്ഥാനം നൽകി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. നിലമ്പൂരിൽ ഇനിയും PV അൻവർ മത്സരിച്ചാൽ ആര്യാടൻ ഷൗക്കത്തിന് അവിടെ സീറ്റില്ലാതായി മാറും. ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയാണ്. നിലമ്പൂരിൽ മത്സരിക്കണമെന്ന ആഗ്രഹത്തോടെ നടക്കുന്ന വ്യക്തിയാണ്. ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ്. നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിന് വലിയ സ്വാധീനമുണ്ട്. ആര്യാടൻ ഷൗക്കത്തും നിലമ്പൂരിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് PV അൻവർ കോൺഗ്രസിലെത്തുന്നത്. നിലമ്പൂർ വിട്ട് ഒരു കളിയുമില്ല എന്ന് PV അൻവർ പറഞ്ഞിരുന്നു. നിലമ്പൂർ വിട്ട് ഒരു കളിയുമില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനോട് സമ്മതം മൂടുകയെ മാത്രമേ കോൺഗ്രസിന് കഴിയൂ. കാരണം നമ്മളറിഞ്ഞ പ്രകാരം അൻവർ വെച്ച ഒറ്റ ഡിമാൻഡ് ഇത് മാത്രമാണ്: നിലമ്പൂരിൽ ഇനിയും മത്സരിക്കാനുള്ള അവസരം നൽകണം, നിലമ്പൂരിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനുള്ള അവസരം നൽകണം. ഇതാണ് ഷൗക്കത്തിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അൻവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ ഷൗക്കത്ത് ഇടതു പിന്തുണയുള്ള സ്വതന്ത്രനായി മത്സരിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ ആര്യാടൻ ഷൗക്കത്തും ടീമും തുടങ്ങിക്കഴിഞ്ഞു. ആര്യാടൻ മുഹമ്മദിന് ഒരുപാട് വേരോട്ടമുള്ള മണ്ഡലമാണ് നിലമ്പൂർ. അദ്ദേഹം കുറച്ചു കാലം അദ്ദേഹത്തിന്റെ വിഭാഗത്തിലുള്ള ആന്റണി കോൺഗ്രസ് ഇടതുപക്ഷത്തായിരുന്നു. അപ്പോഴും അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിലെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം നിലമ്പൂർക്കാർക്കിടയിൽ അദ്ദേഹത്തിന് വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അൻവർ UDF-ലേക്ക് കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. ഇതോടുകൂടി ആര്യാടൻ ഷൗക്കത്തിന് ചാഞ്ചാട്ടം തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കേരള രാഷ്ട്രീയം ഈ കൂടുമാറ്റത്തിന്റെ കാലമായി. കേരള രാഷ്ട്രീയത്തിൽ കൂടുമാറ്റം നടക്കുകയാണ്. സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയത് ഒരു ശക്തമായ ഒരു കൂടുമാറ്റം തന്നെയാണ്. ഇപ്പോഴത്തെ PV അൻവർ കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു. തിരിച്ച് ആര്യാടൻ ഷൗക്കത്ത് ഇടതിലേക്ക് പോകും. ആകെ മൊത്തം കേരള രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്.